6-ാം തീയതി വൈകുന്നേരം 2 പോലീസുകാർ ഇവിടെ ഒരു 5 മണിയായപ്പോൾ ടോമിന്നും പറഞ്ഞുകൊണ്ട് ടോമിന്നും പറഞ്ഞ രസയും വേറൊരു പോലീസുകാരനും കൂടെ ഇവിടെ വന്ന് അവര് വീടിന്റെ ബാക്കിൽ നിന്ന് കുറെ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പം എന്നെയും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യേനെ നിന്റെ മോളെ എനിക്ക് വേണം എന്നും പറഞ്ഞു വെച്ചാൽ അവർ കുറെ ചീത്തയൊക്കെ പറഞ്ഞ് 10 മിനിറ്റോളം നിന്ന് വെച്ചാൽ അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് 7-ാം തീയതി ഒരു 6:30 ആവാറായി. പോലീസും എസ്ഐയും പോലീസുകാരും കൂടെ വന്ന് എന്നെയും പിള്ളേരെയും കൂടെ കൂടി പിടിച്ച് ജീപ്പിൽ കയറ്റി അവർ കൊണ്ടുപോയി. പോയ വഴിക്ക് മുഴുവൻ ചീത്ത പറഞ്ഞ് എൻ്റെ മോനെ തല്ലും. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഊന്നല്ലി പോലീസ് സ്റ്റേഷനിൽ ഇറക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ലോക്കപ്പിലിട്ടു. അത് കഴിഞ്ഞ് സർക്കിള് ഞങ്ങളവിടെ കോതമംഗലത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ സർക്കിൾ വന്നു. സർക്കിൾ അവിടെ കിടന്ന് ഒത്തിരി ചീത്തയൊക്കെ പറഞ്ഞു ഞങ്ങളോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഞങ്ങൾ കുട്ടമ്പുഴയ്ക്ക് കൊണ്ടുപോയി. കുട്ടമ്പുഴയിൽ നിന്ന് 4 മണിയായപ്പോൾ ഞങ്ങളെ ജയിലിലേക്ക് എന്നെയും മോനെയും ഭർത്താവിനെയും കൂടെ കൂട്ടി ജയിലിലേക്ക് കൊണ്ടുപോയി. കോടതിയിൽ കൊണ്ടുപോയി. അവിടെ ജാമ്യം കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്നെ എറണാകുളം സബ് ജയിലിലേക്കും ഭർത്താവിനെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കും കൊണ്ടുപോയി. ഞാനൊരു സ്റ്റേഷനിൽ കയറുമോ ഒരു പോലീസുകാരുടെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. മകൾക്കാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ഒരു വണ്ടി വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഇവരെ 2 തവണ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. പിള്ളേർക്ക് സ്കൂളിൽ പോകാനും പേടി, പിള്ളേർക്കും ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കൊരു വണ്ടി വീട്ടിൽ പഠിക്കാൻ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഇവർ പോലീസുകാരാന്നോർത്ത് ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊച്ചാണെങ്കിൽ കൊച്ചിന് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടി. കൊച്ചിന് ഭയങ്കര വിഷമവും കൊച്ച് ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തു. ഇതെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ഇവരെ പേടിച്ചാണ് ഞങ്ങൾ ഇപ്പോഴും കഴിയണത്. ഓക്കെ.